ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ക്രാഫ്റ്റാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുളസിയുടെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. തുളസിയല്ല, തുളസി. അതിൻ്റെ ഒരു കടോടക്കണം കൂടിയിട്ട് ഉണങ്ങിയ ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഏതെങ്കിലും ഒരു ചെടി, തുളസി ചെടി നമ്മളിപ്പോൾ ഉണങ്ങിയതൊക്കെ ഉണ്ടാവും. തുളസി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഇതേപോലെ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കുക. കഴുകി കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് ഉണങ്ങാൻ നിൽക്കുകയൊക്കെ വേണം. അപ്പം അതിന് നല്ലത് നല്ല തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചാൽ മതി. മണ്ണും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടയ്ക്കുക. പിന്നെ നമ്മളിത് വീടിൻ്റെ പുറത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതേപോലെ ഉണ്ടാവും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പിന്നെ നമ്മളിതേ ഇങ്ങനെ തൊട്ടാലിങ്ങനെ ഒടിഞ്ഞു പോകുന്ന കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് കൈകൊണ്ട് തന്നെ മാറ്റി കളയുക, ഒടിച്ച് കളയുക. പിന്നെ തുളസിയുടെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ, തുളസി ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കളോ എന്തെങ്കിലുമൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒടിച്ച് കളയുക. നമുക്ക് നല്ല ബലമുള്ള സാധനങ്ങൾ മാത്രം മതി ഇതിൽ. എന്നിട്ട് ഇതിലേക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ മെറ്റാലിക് ഗോൾഡ് കളറാണ് കേട്ടോ അടിച്ച് കൊടുക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഇത് സമൃദ്ധിയായിട്ടുള്ള, അതായത് വലിയൊരു ബോട്ടിലാണ്, ചെപ്പാണ്. അത് കാരണം കൊണ്ടാണ് ഞാനിത് കൊടുത്തത്. ഇല്ലെങ്കിൽ വൈറ്റ് കൊടുക്കാം, സിൽവർ കൊടുക്കാം, ബ്രൗൺ കൊടുക്കാം, കറുപ്പ് കൊടുക്കാം, ഏത് കളേഴ്സ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് പിന്നെ സ്പ്രേ പെയിൻ്റാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ മരമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ പെയിൻ്റ് നല്ലത്. അതാകുമ്പോൾ എല്ലാ മുക്കിലും മൂലയിലേക്ക് എത്തും, എല്ലാ കുഞ്ഞു കമ്പിലേക്ക് വരെ എത്തും. എൻ്റെ കയ്യിൽ അതില്ല, നമുക്ക് വാങ്ങിക്കണം. അത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ, അത് വെച്ചിട്ട് ഞാനിപ്പോൾ വാങ്ങിക്കാതിരിക്കുന്നതാണ്. നമുക്കിനി കൂട്ടി വെച്ചിട്ട് ഇനി ഒരു സ്പ്രേ പെയിൻ്റൊക്കെ നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ഞാൻ അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് പാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിരലിൽ കുറച്ച് പെയിൻ്റ് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു കമ്പിലേക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കരുത്. പെയിൻ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒപ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞു കമ്പുകൾക്കൊക്കെ നമുക്ക് അതേപോലെ പെയിൻ്റ് അടിക്കാം കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം ഒന്ന് ഷെമ്മോട് കൂടി കുത്തിയിരുന്നിട്ട് എവിടെയൊക്കെയാണ് ഇനി പെയിൻ്റ് ആവാത്തത് എന്നുള്ളതൊന്ന് അവിടെയൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതേ ഫുള്ള് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ഭംഗി വന്നത് തുളസി കമ്പാന്ന് പറയുമല്ലോ ഒരു. അപ്പോൾ വെറുതെ ഉണങ്ങി നിൽക്കുന്ന പറമ്പിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണെന്ന് ആലോചിക്കണം. പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി ഇനി നമ്മളിതിലേക്കൊരു വാർണിഷ്, ഒരു കോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങാനും ഇനിയിപ്പോൾ അത് പെയിൻ്റൊക്കെ ഇളകി പോന്നാലോ വെച്ചിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പിസ്ത ഷെല്ലാണ്. അപ്പം ഞാനിവിടെ പിസ്ത ഷെല്ല് ഉപയോഗിച്ചിട്ട് കിളീനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കുപ്പിയിൽ ബോട്ടിലാട്ടമായിട്ട് ചെയ്യും കേട്ടോ. ബോട്ടിലാട്ടമായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഇങ്ങനെ കൂട്ടി ഒട്ടിക്കില്ല. ആ ഹാഫുള്ളത് അങ്ങനെ തന്നെ ഒട്ടിച്ചിട്ട് പിന്നെ കാലും കൊക്കൊക്കെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം, അതായത് ഒന്ന് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പിസ്താഷ്യൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോട്ടിലൊക്കെ കിളീനെ വരയ്ക്കണതൊക്കെ ഞാൻ കാണിച്ചു തരാം. ബോട്ടിലില്ലെങ്കിൽ നമ്മുടെ കാർഡ് ബോർഡിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഇതിലിങ്ങനെ കിളീനെ ഇങ്ങനെ നമ്മൾ രണ്ടും കൂട്ടിച്ചേർത്ത് അങ്ങനെ കൂടി നിൽക്കണം, ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് കൂടി നിൽക്കാൻ പോലത്തെ നമ്മുടെ പിസ്താഷ്യൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫെവി ബോണ്ട് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി തരും. പിന്നെ അത് കുത്തി ചൂടാക്കി അതിനൊക്കെ നിൽക്കണ്ടതെന്ന് വെച്ചിട്ടാണ്. പിന്നെ മോനുണ്ട് അടുത്ത്, അത് കാരണം കൊണ്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചില്ല ഞാൻ. ചൂടൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അവനെ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ പെയിൻറ്റും ബ്രഷൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ജാതി വെപ്രാളാണ്. അപ്പോൾ പിന്നെ അതിലൊന്നും പോയി കൈ തൊടണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതേ ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേ പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാത്തിനും വെവ്വേറെ കളേഴ്സാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് പെയിൻ്റ് അടിച്ചതിന് ശേഷം ചിറകിന് പിന്നെ കൊക്കൊക്കെ അതിൻ്റെ മുകളിൽ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പിസ്ത ഷെല്ലിൻ്റെ ഇങ്ങനെ ഒരു മുനമ്പ് പോലുള്ള ഭാഗമുണ്ട്, അവിടെ അങ്ങനെയാണ് നമ്മൾ കൊക്ക് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. വേറെ കാലൊന്നുമില്ല. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പം ഈ ചിറകൊക്കെ ഇതേപോലെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഇങ്ങനെ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. ചുണ്ടും ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ കൊക്ക് ഇതേപോലെ നമുക്കിങ്ങനെ ഒരു വരച്ച് പെയിൻ്റ് കൊണ്ട് തന്നെ കൊടുക്കുകയാണ്. പിന്നെ ക്ലേ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ പിസ്താഷ്യൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു, കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് ഞാൻ ഉദ്ദേശിക്കുകയാണ്, ക്ലേ ഇല്ലാണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇത് ക്ലേ ഉപയോഗിച്ചിട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ച് ഗംഭീരമാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഈ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കണ്ടില്ലേ, കൊക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിതേപോലെ കുട്ടി മീനിൻ്റെ പോലെ ഉണ്ടല്ലേ ഇടയ്ക്കുന്ന ചിലതിനൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ആവട്ടെ.
അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ കുഴപ്പമില്ല, എന്നാലും എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ നമ്മളിത് ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഞാൻ ഫെവി ബോണ്ട് കൊണ്ട് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒട്ടിച്ചിട്ട് 5 മിനിറ്റ് വരെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് ഒട്ടി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഇലകളും പൂക്കളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഉള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കായിട്ടുണ്ട് ഇല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വേറെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതൊരു പ്ലാസ്റ്റിക് കുപ്പി മുറിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് മെറ്റലിട്ടിട്ടാണ് ഇത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഗാർഡനിലെ മേശമേ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗിച്ചെടിയാക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള ബാക്കി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ആ മണിയും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മോൻ്റെ വാശിയും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്